നമസ്കാരം. പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിന്റെ മുൻ ഗവർണറായ സത്യപാൽ മാലിക് നടത്തിയ ചില പരാമർശങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ നമ്മുടെ പത്തനംതിട്ടയിലെ MP ആയ ആന്റോ ആന്റണി ഇന്നലെ നടത്തിയ വിവാദ പ്രസ്താവന കൂടുതൽ കുരുക്കിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ അതിർത്തി കടന്ന് നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്നും ജവാന്മാരുടെ ജീവൻ ബലികഴിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേറിയത് തുടങ്ങിയ വാദങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം നിരത്തിയത്. അതിനോടൊപ്പം തന്നെ പാകിസ്ഥാന് ഈ പുൽവാമ ആക്രമണത്തിൽ എന്ത് പങ്കാണ് ഉള്ളത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തി. എന്തായാലും ഇത് വിവാദമായിട്ടുണ്ട്, ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയാവുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു ചർച്ചയ്ക്കൊടുവിൽ ആന്റോ ആന്റണിക്ക് രാഹുൽ ഗാന്ധിയുടെ അതേ ഗതി തന്നെ വരുമെന്ന ഏകദേശ രൂപവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനൊടുവിൽ ഇന്ന് രാവിലെ വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് പുൽവാമ ആക്രമണത്തിൽ പങ്കില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല, മറിച്ച് എന്ത് പങ്ക് എന്ന് ചോദിച്ചതേ ഉള്ളൂ എന്നാണ് ആന്റോ ആന്റണി നൽകുന്ന വിശദീകരണം. പത്തനംതിട്ടയിൽ എന്തായാലും പ്രചരണ രംഗത്തുൾപ്പെടെ പുൽവാമ ഇപ്പോൾ വലിയ വിഷയവുമാണ്. ഈ പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്നും കേന്ദ്ര സർക്കാരിനാണ് ഉത്തരവാദിത്തമെന്നും പറഞ്ഞ ആന്റോ ആന്റണി MPയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രൻ പറയുന്നത്. ഭീകരവാദികളുടെ കയ്യടി വാങ്ങാനും 4 വോട്ടിന് വേണ്ടിയും സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്ന ഗുരുതരമായ ഒരു ആരോപണം കൂടി K. സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സംഭവം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. BJPയുടെ പ്രവർത്തകർ പ്രതിരോധ മന്ത്രാലയത്തിനും അതിനോടൊപ്പം ആഭ്യന്തര മന്ത്രാലയത്തിനും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് കോൺഗ്രസിന്റെ നേതാവ് വയനാട് MPയുമായ രാഹുൽ ഗാന്ധിയുടെ മോദി പരാമർശം കോടതി കയറിയത്. അതിനൊടുവിൽ അത് ഒരു അദ്ദേഹത്തിന്റെ MP സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതേ ഒരു അവസ്ഥ തന്നെയായിരിക്കും ആന്റോ ആന്റണിക്കും ഇനി വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും അത് തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ളതുമാണ്. നിലവിൽ എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമുണ്ട്. കോൺഗ്രസ് മുസ്ലിം തീവ്രവാദത്തിനൊപ്പമാണ് എന്ന നരേഷനിൽ തന്നെയാണ് ഈ ഒരു വാദവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പത്തനംതിട്ടയിലെ ഒരു MP കാരണം ദേശീയ തലത്തിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.